നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത മോദി ട്രംപ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. F-35 യുദ്ധവിമാനങ്ങൾ $500 ബില്യൺ വ്യാപാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിംഗ് കൂടി നൽകിയിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരത്തിലും പ്രതിരോധ മേഖലയിലും കൂടുതൽ സഹകരണത്തിന് ഇന്ത്യയും അമേരിക്കയും ധാരണയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ടാമത്തെ US വിമാനം ഇന്നെത്തും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ വയനാട് പുനർനിർമ്മാണം കേന്ദ്രം 529.5 കോടി അനുവദിച്ചു. ചോദിച്ചത് പാക്കേജ്, തരുന്നത് വായ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട പലിശരഹിത വായ്പ. മാർച്ച് 31-നകം തുക വിനിയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണം. മാർച്ചിനകം സർട്ടിഫിക്കറ്റ് വേണമെന്നത് അപ്രായോഗികമെന്ന് ധനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയ്ക്ക് 3 ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനം പലതവണ ആവശ്യപ്പെട്ടു, ഒടുവിൽ കാപ്പക്സായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുന്നുണ്ട്. വയനാട് പുനർനിർമ്മാണത്തിനായി ആദ്യം ഗ്രാൻഡായി പണം ചോദിച്ചുവെങ്കിലും ലഭിച്ചില്ല. വൈകിയാണെങ്കിലും 2200 കോടി രൂപയുടെ നഷ്ടവും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും കണക്കാക്കി തുക ചോദിച്ചെങ്കിലും ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സബ് സ്റ്റോറി തുടങ്ങുന്നത്. മറ്റൊന്ന്, കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് താക്കീതെന്ന് മാർ തോമസ് തറയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ്. വോട്ട് ബാങ്കിന്റെ വലുപ്പം മാത്രം നോക്കി നീതിയും നിയമവും നടപ്പാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് താക്കീതായി കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം പടർന്നു പന്തലിക്കുമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ബ്രോങ്കൈറ്റിസുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള 15 ലക്ഷം കവർന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ ദീപിക താഴെയായി തന്നെ നൽകിയിട്ടുണ്ട്. സംഭവം ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാപ്പകൽ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ കൊള്ളയടിച്ചു. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:15 സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. കൃത്യമായി തന്നെ എന്തെല്ലാമാണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ചാലക്കുടിയിലെ ബാങ്ക് കവർച്ച തന്നെയാണ്. ചാലക്കുടിയിൽ പട്ടാപ്പകൽ വൻ ബാങ്ക് കവർച്ച എന്നാണ് സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത്. 3 മിനിറ്റിൽ കവർന്നു 15 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ജീവനക്കാരെ കത്തികാട്ടി ഭയപ്പെടുത്തി പണം തട്ടിയെടുത്ത ശേഷം പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ കവർച്ച നടന്ന ചാലക്കുടി പോട്ട ശാഖയിൽ ഫെഡറൽ ബാങ്കിൽ പോലീസ് പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഫോട്ടോയും ഫ്രണ്ട് പേജിൽ തന്നെ മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ട്രംപുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ് മറ്റു വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത. ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം കൈമാറും. പ്രതിരോധ മേഖലയിൽ വൻ US ഇന്ത്യ സഹകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വയനാടിന് ഗ്രാൻഡില്ല, പകരം 529.50 കോടി കേന്ദ്ര വായ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വാർത്ത നൽകിയിട്ടുള്ളത്. കരുണയില്ല, കടം മാത്രം എന്നാണ് പ്രധാന തലക്കെട്ട് നൽകിയിട്ടുള്ളത്. 1.5 മാസത്തിനകം ചെലവഴിക്കണമെന്നതും അനുവദിച്ചത് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ എന്നുള്ളതും ബുള്ളറ്റിനായി മാധ്യമം നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാർച്ചിനുള്ളിൽ ചെലവഴിക്കാൻ പ്രായോഗിക വെല്ലുവിളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു സബ് സ്റ്റോറിയായി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ +2 വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അർദ്ധരാത്രി വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന മനോവിഷമം സ്കൂൾ അധികൃതരുടെ മോശം പെരുമാറ്റവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചതും വലിയ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, 119 ഇന്ത്യക്കാരെ കൂടി US നാട് കടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതും വലിയ പ്രാധാന്യത്തിൽ തന്നെ മാധ്യമം ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട വാർത്ത കേരളം അതിശയിപ്പിക്കുന്നു എന്ന ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി, ആഗോള വളർച്ച 46% കേരളം നേടിയത് 254% എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ വാർത്തയ്ക്ക് ബുള്ളറ്റിൻ നൽകുന്നുണ്ട്. വ്യവസായ മേഖലയിലെ കേരളത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയെ പ്രകീർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെ വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. 592 കോടി വായ്പ പദ്ധതി പൂർത്തിയാക്കാൻ 45 നാൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ദേശാഭിമാനി നൽകുന്നത്. മറ്റൊന്ന്, ചാലക്കുടിയിൽ ജീവനക്കാരെ ബന്ദിയാക്കി ബാങ്ക് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാലക്കുടിയിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ട്രംപിന് വിധേയനായി മോദി മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ ദേശാഭിമാനി സമീപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊട്ടിഘോഷിച്ച ദിദ്ദിന അമേരിക്കൻ സന്ദർശനം
പൂർണ്ണ പരാജയം. തീരുവ നിരക്ക്, കുടിയേറ്റ പ്രശ്നം, ആയുധ കച്ചവടം, ക്രൂഡ് ഓയിൽ ഇറക്കുമതി, ക്വാഡ് കൂട്ടായ്മ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് മടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പാപ്പരത്വം CPM എന്ന വാക്കുകളാണ് നൽകിയിട്ടുള്ളത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിലൂടെ BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് വെളിപ്പെട്ടതെന്ന് CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, റാഗിങ്ങുമായി ബന്ധപ്പെട്ട വീണ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നടപടി സസ്പെൻഷനിൽ തീരില്ല എന്ന വാക്കുകളാണ് വലിയ പ്രാധാന്യത്തിൽ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. 3 മിനിറ്റിൽ 15 ലക്ഷം എന്നതാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചിത്രം സഹിതം മലയാള മനോരമ നൽകുന്നുണ്ട്. മറ്റൊന്ന്, 4 ഇരട്ടി വ്യാപാരം പ്രതിരോധക്കൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ മനോരമ വിശേഷിപ്പിക്കുന്നത്. F-35 യുദ്ധവിമാനം വാഗ്ദാനം ചെയ്ത ട്രംപ് എണ്ണ, പ്രകൃതിവാതക ഇറക്കുമതി കൂട്ടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ മനോരമ ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട്. മനോരമയിൽ നൽകിയിട്ടുള്ള തലക്കെട്ട് 529.50 കോടി ചെലവാക്കാൻ 45 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അതേസമയം ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ മോദി ട്രംപ് ചർച്ച, സുപ്രധാന പ്രതിരോധ വ്യാപാര കരാറുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി നൽകുന്നത്. F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം ഭാരതത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മെഗാ എന്ന് പറഞ്ഞുകൊണ്ട് സബ് സ്റ്റോറി നൽകുന്നുണ്ട്. മിഷൻ 500 പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നൽകുന്നുണ്ട്. മറ്റൊന്ന്, വയനാടിന് കേന്ദ്രത്തിൻ്റെ 529.50 കോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. മാത്രമല്ല പട്ടാപ്പകലിലെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വാർത്തയും ജന്മഭൂമി ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട്. മറ്റൊന്ന്, കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ കുറ്റം ഗോകുലിൻ്റേതെന്ന് വനം വകുപ്പ് ആരോപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ജന്മഭൂമി നൽകിയിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കത്തികാട്ടി പട്ടാപ്പകൽ ബാങ്ക് കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകളുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, മോദി ട്രംപ് കൂടിക്കാഴ്ച, തഹൌർ റാണയെ വിട്ടുതരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അത്യാധുനിക F-35 പോർ വിമാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഉഭയകക്ഷി വ്യാപാരം $500 ദശകോടി എന്ന് പറഞ്ഞുകൊണ്ട് സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റു വാർത്ത, 529 കോടി വായ്പ വയനാടിന് കേന്ദ്ര സഹായം എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, +1 വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ കേരള കൗമുദി ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട്. ബന്ധുക്കൾ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അവസാനത്തേത് മാതൃഭൂമിയാണ്. പ്രതിരോധത്തിൽ മോദി ട്രംപ് ചർച്ച, F-35 യുദ്ധവിമാനം നൽകാമെന്ന് US എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. തീരുവയിൽ ഇന്ത്യക്ക് ഇളവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന്, വയനാടിന് കേന്ദ്ര വായ്പ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഈ 2 വാർത്തകളാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.